ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ബേബി സൺറോസ് എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഈ ചെടി പല കളറിലുണ്ട്. വൈറ്റും പിങ്ക് കളറ്, റോസ് കളറ്, പിന്നെ യെല്ലോ കളറ് ഒക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയായാലും 2 കളറിൽ പൂവാകും. കാരണം ഒന്ന് പഴകി കഴിയുമ്പോൾ ഒരു പിങ്ക് കളറും, പുതിയ പൂവാകുമ്പോൾ നല്ല റെഡ് കളറിലും. രാത്രിയാകുമ്പോൾ ഇതിൻ്റെ പൂവൊക്കെ അങ്ങ് പോകും. പോകുമെന്ന് പറഞ്ഞാൽ പൊഴിഞ്ഞു പോകുമല്ല, ചുരുങ്ങി പോകുന്നു. ഇലയുടെ ഉള്ളിലോട്ടായിട്ട് നിൽക്കും. പിന്നെ പകൽ വരുമ്പോൾ പിന്നെയും ആ പൂ തന്നെ, ആ മൊട്ട് തന്നെ പിന്നെയും വിരിയും. അങ്ങനെ നല്ല പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കോട്ടഡ് പോലെ നമുക്ക് തോന്നും. അതിൻ്റെ പ്ലാസ്റ്റിക് ഇലയാണെന്നേ തോന്നുള്ളൂ. പക്ഷേ നല്ല ഭംഗിയായിട്ട് നല്ല രസമാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ നല്ല ഭംഗി കൂട്ടുന്നൊരു ചെടിയാണ്. മുറ്റത്ത് ഈ ചെടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ തന്നെ പ്രത്യേകം ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു ഭംഗിയുണ്ട് ഇതിന്. നല്ല ഭംഗിയാണ്. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിനെ. ഏതെങ്കിലും ഷേപ്പിലൊക്കെ നടാം. ഇത് ഞാൻ നടുക്കൊരു ബക്കറ്റിൽ മണ്ണിൽ വെച്ച് പിടിപ്പിച്ചിട്ട് വലിയൊരു ബേസിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ച് ബേസിന് ചട്ടിയുടെ ചുറ്റും മണ്ണിട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ മണ്ണ് തൊട്ട് കിടക്കും. അപ്പോൾ ഒരു കുന്നിൻ്റെ ഷേപ്പിലായി ഇങ്ങനെ കിടക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. മുറ്റത്തോട്ട് കയറി വരുമ്പോഴേ നല്ലൊരു ഐശ്വര്യം. ചെടികൾ നിറച്ച് ഗ്രീനായിട്ട് ഇലയായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനൊരു രസമല്ലേ. എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു തൈ കിട്ടിയാൽ എല്ലാവരും നടാനൊക്കെ നോക്കുക. നല്ലൊരു ചെടിയാണ്. എനിക്കിത് നാട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഈ ചെടിയും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.